സതീഷ്, വണ്ടിയുടെ ചാവി ഉണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങടാ. എന്തിനാ സാറേ സബ് ജയിലിൽ പോവാൻ ഇക്കണ്ട വഴിയൊക്കെ ചുറ്റി വളയുന്നത്? നല്ല മെയിൻ റോഡ് കിടപ്പുണ്ടല്ലോ, കീലിട്ടത്. സാർ ഇതുവഴി പോയാ കുറച്ചുകൂടി എളുപ്പം. മനസ്സിലായി. കൊണ്ടുപോകണം. ഇങ്ങോട്ട് വാടാ. വണ്ടി ഓർമ്മ. ആദ്യമായിട്ടായിരിക്കും മോട്ടോർ സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നത് അല്ലേ? അതെ സാർ, ഒന്ന് ശ്രമിച്ചു നോക്കുക. ഭാസ്കരപിള്ള അഡ്വക്കേറ്റിന് മാത്രം എഴുതിയാൽ മതി. ഇത്രേ ഉള്ളോ? അതൊക്കെ മതി. 200. സാർ റാലിക്ക് വരില്ലേ? റാലി ഒന്നും കളിച്ചടക്കാൻ നമുക്ക് സമയമില്ലടാ. നീ ഇപ്പൊ ഏത് ബാങ്കിലാ? അലഹബാദ് ബാങ്കിൽ. വരട്ടെ സാർ. എന്നിട്ട് കമ്മീഷണർ പിന്നെന്തൊക്കെ പറഞ്ഞു? ഇന്ന് സ്റ്റേഷനിൽ ഒരു ഇൻസ്പെക്ഷൻ കൂടെ വെച്ചിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ സസ്പെൻഷൻ റെഡി. സസ്പെൻഷനോ? എന്തിന്? എന്നോട് പക നോക്കാൻ. അല്ല എന്താ, നിന്നെ സഹായിച്ചതിന്. അതിന് സ്റ്റേഷൻ റെക്കോർഡ്സ് കുഴപ്പമൊന്നുമില്ലല്ലോ. ആസിറ്റീസ് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ അവരുണ്ടാക്കും. ആ ലെറ്ററിൽ പറഞ്ഞ പോലെ തിരുപ്പതി ഭഗവാന്റെ കോപമായിരിക്കും. നിങ്ങൾക്കെല്ലാം തമാശയാ. ഭഗവാനോടല്ല കളിക്കേണ്ടത്. ഞാൻ അവളോട് അന്നേ പറഞ്ഞതാ, നിങ്ങൾക്ക് ആർക്കും സൗകര്യം ഇല്ലെങ്കിലേ ഞാൻ എഴുതി അയച്ചോളാമെന്ന്. ഗീത നേരെ ഹൈക്കോർട്ടിലേക്കല്ലേ? രാവിലെ തന്നെ ഫയൽ ചെയ്യണം. മറ്റന്നാ പോസ്റ്റിംഗ് കിട്ടിയ നന്നായി. 2 ദിവസം കിടന്നാൽ മതിയല്ലോ ജയിലിൽ. ഞാൻ സബ് ജയിലിൽ ചെന്ന് അവനെ കണ്ട് നേരെ കോർട്ടിലേക്ക് വന്നേക്കാം. ബഷീറിന്റെ അപ്പീലാണോ? അതെ. ഇനി മതി മോനെ, അവന്റെ കാര്യം ഇനി വേറെ ആരെങ്കിലും നോക്കട്ടെ. അമ്മ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഹലോ, അങ്ങോട്ട് കൊടുക്കാം. നിനക്കാ? ഹലോ, അതെ. എപ്പോ? ശരി, അവിടെ വരാം. എന്തു പറ്റി? ബഷീർ ജയിലിൽ ചാടിയാണ്. ജയിലിൽ ചാടിയോ? സബ് ജയിലിൽ ഞാൻ നേരിട്ട് എന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് സാറിന് ഫോൺ ചെയ്തത്. എന്ത് തോന്നിയ ദിവസമാണോ താൻ പറയുന്നേ? ജയിലിൽ നിന്ന് ഒരാൾ ചുമ്മാ അപ്രത്യക്ഷനാവോ? പതിവായിട്ട് രാവിലെ 6 മണിക്ക് എല്ലാ കുറ്റവാളികളെയും ലോക്കപ്പിൽ നിന്ന് പുറത്തുവിടും. ഇന്നും അതുപോലെ വിട്ടു. ബഷീറും ഉണ്ടായിരുന്നു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അവനെ കാണുന്നില്ലെന്ന് മനസ്സിലായത്. ഇല്ല സാർ, സബ് ജയിലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സാർ ഇങ്ങനെ സംഭവിക്കുന്നത്. അന്വേഷിക്കാം സാർ. ഓ സാർ, അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരെയും, ഇൻക്ലൂഡിംഗ് ദാറ്റ് ഇഡിയറ്റ് സൂപ്രണ്ട്,
ഐ എം ഗോയിങ് ടു സസ്പെൻഡ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. അവരോട് പറഞ്ഞേക്ക്. കാർത്തി, തന്റെ പല വീഴ്ചകളും മണ്ടത്തങ്ങളും ഞാൻ അറിഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ എങ്ങനെയും കണ്ടുപിടിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ ഹലോ, അതെ. നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടു, ഫോണിൽ കൂടി. സോറി, നിങ്ങളുടെ ജൂനിയറുമായിട്ടായിരുന്നു. നിങ്ങൾ ആരാണ് മിസ്റ്റർ? പേര് പറയണം. എന്റെ പേരോ മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സോ? എക്സ് ഒരു പേരല്ല. സ്വന്തം പേര് പറയാൻ കഴിയാത്ത ഒരാളോട് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഐ ആം സോറി. ആരാ ചേട്ടാ? അയാളാണോ മിസ്റ്റർ എക്സ്? അന്ന് ഇയാൾ എന്നെ ഫോൺ ചെയ്തത്. ചേട്ടാ ഊണ് കഴിക്കാൻ വാ. ഞാൻ വരാൻ, നീ എടുത്ത് വെക്ക്. ഹലോ, ഞാനാ മിസ്റ്റർ എക്സ്. പറയുന്നൊന്ന് കേൾക്കണം മിസ്റ്റർ അഡ്വക്കേറ്റ്. if you want to talk to me, tell your name first, okay? ഫോൺ വെക്കടാ റാസ്കൽ ഇഡിയറ്റ്. എടി മോളെ, ദാ ഇതെല്ലാം എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെക്ക്. അമ്മ എന്തേ? അടുക്കളയിലുണ്ട്. അമ്മയെ കൂടെ വിളിക്കേ. ചേട്ടാ, ദേ ആരോ കൊണ്ടിട്ട് പോയതാ. ഞാനിപ്പോ വരാം. ഈ രാത്രിയിൽ ചേട്ടൻ ഒറ്റയ്ക്ക് എവിടെ പോന്നു? ഇന്ന് രണ്ടിലൊന്ന് അറിയണോടി. ബഷീർ കോളേജ് ഗ്രൗണ്ടിന്റെ പടിഞ്ഞാറ് വശത്തുള്ള പഴയ കെട്ടിടത്തിലുണ്ട്. ഉടനെ എത്തിയാൽ അയാളെ രക്ഷിക്കാം. അമ്മേ, ബഷീറേ, ബഷീറേ, നീ എങ്ങനെ ഇവിടെ എത്തി? നിന്നെ ആരാ ഇവിടെ കൊണ്ട് എത്തിച്ചേ? എനിക്കിപ്പോ ആവശ്യം ബഷീറിന്റെ ഓർമ്മ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. മിസ്റ്റർ ബാസി, എനി ഡിസീസ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം ഫോർ ക്യൂർ. നിങ്ങളുടെ ധൃതിയുടെ കാരണം ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ബഷീറിന് സംഭവിച്ചിരിക്കുന്നത് സൈക്കോളജിക്കൽ ബ്ലോക്കാണ്. വി ക്യാൻ അനലൈസ് ഇറ്റ് ബൈ ഹിപ്നോസിസ്. ഡോക്ടർ റെഡി. ഓക്കെ, യു കം വിത്ത് മീ. ഐ വിൽ ഷോ യു. ബഷീർ, ഭയപ്പെടാനൊന്നുമില്ല. ബഷീറിനെ ഞാൻ ഉറക്കാൻ പോവുകയാണ്. കൈയെവിടെ? ഈ വിരലിലേക്ക് നോക്കൂ. ഈ വിരലിന്റെ അറ്റത്തേക്ക് മാത്രം സൂക്ഷിച്ചു നോക്കൂ. ശ്വാസം വലിച്ചു വിട്ടോളൂ.
ശ്വാസം നന്നായി വലിച്ചു വിട്ടോളൂ. ബഷീറിന് ഉറക്കം വരുന്നില്ലേ? ഉറങ്ങിക്കോളൂ. ഇപ്പോൾ ബഷീറിന്റെ സകല മാംസപേശികളും തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഉറക്കം ബഷീറിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബഷീർ പൂർണ്ണമായും എന്റെ കൺട്രോളിലാണ്. ഇനി എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മാത്രമേ ബഷീറിന് കഴിയൂ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ബഷീർ ഉത്തരം പറയും. ബഷീറിനത് ഓർക്കാൻ കഴിയും. ഒന്ന് ഓർത്തു നോക്കിയേ. ബഷീറിന് ആരൊക്കെയാണ് സ്വന്തക്കാരായിട്ടുള്ളത്? പറയൂ. ഉമ്മ. ആ പിന്നെ വേറെ ആരൊക്കെയുണ്ട്? സൈനബ. ആ പിന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തുടർന്ന് പല പ്രാവശ്യം ഹിപ്നോട്ടിസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ബഷീർ ഡീപ് സ്ലീപ്പിലേക്ക് പോയിട്ടില്ല. എനിവേ നെക്സ്റ്റ് ടൈം ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. പിന്നെ ഈ ഉമ്മ എന്ന് പറയുന്നത് അവന്റെ അമ്മ തന്നെയായിരിക്കാം. പിന്നെ ഈ സൈനഭ ഒരുപക്ഷെ അവന്റെ പെങ്ങളായിരിക്കാം, ഭാര്യയായിരിക്കാം. അവരെ ആരെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചാൽ വി ക്യാൻ എക്സ്പെക്ട് എ മിറാക്കിൾ. എവിടെയാന്ന് വെച്ചാൽ അവരെ തിരക്ക്, ഊരും പേരും ഒന്നും അറിയാതെ. ആ ഡോക്ടർ, ഞാൻ ടൗണിൽ പോയി വീട്ടിലേക്ക് ഒരു STD ഒന്ന് വിളിക്കട്ടെ. അമ്മയോടും പെങ്ങളോടും ചിറ്റയുടെ വീട്ടിലേക്ക് പോകാൻ പറയണം. പിന്നെ ആ പത്രം ഓഫീസിൽ വല്ല വിവരം കിട്ടുമെന്ന് അറിയാമല്ലോ. ഇവിടെ ടാക്സി കിട്ടും. ദാറ്റ്സ് ഡിഫിക്കൽട്ട്. യു ടേക്ക് മൈ കാർ. താങ്ക് യു. രാജ് ടൈലേഴ്സ്, പെരിങ്ങോട്. ഡോക്ടർ, രാവിലെ ഞാൻ കട തുറന്നപ്പോ സാറ് കടയുടെ വാതൊക്കെ നിൽക്കുന്നു. ബഷീറിന് ഞാൻ തയ്ച്ചു കൊടുത്ത ഈ ഷർട്ടുമായിട്ട്. ഓട്ടോ ബഷീറിന്റെ തന്നെ അല്ലേ? അതെ. എന്നാ വേഗം പുറപ്പെട്ടോളൂ. അവൻ എവിടെയാ സാറേ? കുറച്ച് ദൂരെയാ, ഒരു ആശുപത്രിയിൽ. എളുപ്പമാവട്ടെ, കുറച്ച് ദൂരമുണ്ട്. ഒറ്റയ്ക്ക് വരണ്ട, ഈ ടൈലർ കൂടെ ഇരുന്നോട്ടെ. ഞാൻ ഇപ്പൊ വരാം. താനോട് നിന്നാ മതി. ആ എത്തിയോ? വരൂ. ബഷീറേ, മോനെ മോനെ, മോനെ ബഷീറേ, മോനെ നീ എവിടെയായിരുന്നു മോനെ ഇത്രയും കാലം? എന്താ മോനെ വീട്ടിലേക്ക് വരാഞ്ഞത്? നീ മരിച്ചെന്നല്ലേ അവര് ഞങ്ങളോട് പറഞ്ഞത്? മോനെ